മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു നല്ല സംഭവം വന്നിരുന്നു. രജനീഷ് എന്നറിയപ്പെടുന്ന ഓഷോ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൂടെ പോകുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ മിഷണറി പാവപ്പെട്ട ട്രൈബൽസിനെ മതം മാറ്റുന്ന ഒരു കാഴ്ച ഓഷോ കണ്ടു അത്രേ. ഓഷോയും അവിടെ ഇരുന്നു. ഈ പാവപ്പെട്ട വനജീവികള്, പ്രാകൃതരായിട്ടുള്ള ട്രൈബൽസ്, ഞാൻ പ്രാകൃതരായിട്ടെന്ന് ഉദ്ദേശിച്ചത് മറ്റുള്ളവരെ പോലെ വികസിക്കാത്തവരെന്ന അർത്ഥത്തിലാണ്, നെഗറ്റീവ് അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. അവരുടെ മുമ്പിൽ ഒരു പാതിരി വന്നു, മലയാളിയാണ്, നീല പെയിന്റ് അടിച്ച ഒരു വിഗ്രഹം, ശ്രീരാമൻ്റേത്, മറ്റൊന്ന് യേശു ക്രിസ്തുവിൻ്റേത്. അത് ഈ രാമനെ ആരാധിക്കുന്ന ഈ ട്രൈബൽസിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഈ രണ്ട് വിഗ്രഹവും ഞാൻ വെള്ളത്തിലിടാം. അത് സത്യമുള്ള ദൈവം വെള്ളത്തിൽ പൊങ്ങി നിൽക്കും, സത്യമില്ലാത്തതിന് പൊങ്ങി നിൽക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അത് താഴും. അത് കാണിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിന്റെ വിഗ്രഹം നല്ല രീതിയിൽ വെള്ളത്തിൽ പൊങ്ങി നിന്നു, ശ്രീരാമന്റെ വിഗ്രഹം താഴ്ന്നിരുന്നു. എന്നിട്ട് ഈ സുവിശേഷ മതപരിവർത്തന തൊഴിലാളി അവരോട് ചോദിച്ചു, വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ പാകത്തിന് ശക്തിയുള്ള യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നോ, വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ പറ്റാത്ത മുങ്ങിപ്പോയ ശ്രീരാമനെ സ്വീകരിക്കുന്നോ എന്ന്. ആ പാവങ്ങൾ ഒന്നും അറിയാതെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ ശക്തിയുള്ള യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് നിന്ന ഓഷോ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരു പരീക്ഷണത്തിൽ യേശുക്രിസ്തു വിജയിച്ചു. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉജ്ജ്വലമായ പരീക്ഷണം എന്ന് പറയുന്നത് അഗ്നി പരീക്ഷയാണ്. അഗ്നിയിൽ സർവൈവ് ചെയ്താൽ എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ചതായിട്ടാണ് കണക്കാക്കുക. അപ്പോ ആ വനത്തിലുള്ള ട്രൈബൽസിന് അങ്ങനെ അഗ്നി പരീക്ഷണം എന്നുള്ളത് അറിയാമായിരുന്നു. അവരോട് പറഞ്ഞു, ഇനി ഈ രണ്ട് വിഗ്രഹവും നമുക്ക് അഗ്നിയിലിട്ട് നോക്കാം, ഏതാണോ നിലനിൽക്കുന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കുമോ, നിലനിൽക്കാത്തതിനെ സ്വീകരിക്കുമോ എന്ന് അപ്പം തീരുമാനിക്കാം. ഈ രണ്ട് വിഗ്രഹവും തീയിലിട്ടു. ആ ശ്രീരാമന്റെ വിഗ്രഹം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതും മറ്റേത് മരം കൊണ്ട് ഉണ്ടാക്കിയതുമായിരുന്നു. മിനിറ്റുകൾ കൊണ്ട് യേശുക്രിസ്തുവിന്റെ വിഗ്രഹം കത്തിപ്പോയി. അപ്പോ ഓഷോ, രജനീഷ് ഇവരോട് പറഞ്ഞു, നിങ്ങള് അഗ്നിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത യേശുവിനെ സ്വീകരിക്കുന്നു, ഏത് കത്തി ജ്വലിക്കുന്ന അഗ്നിയിലും ഒരു പ്രശ്നവുമില്ലാതെ നിന്ന വിഗ്രഹത്തിനെ സ്വീകരിക്കുന്നു. അപ്പോഴത്തേക്കും മതപരിവർത്തന തൊഴിലാളി അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞിരുന്നു. സത്യത്തില് ഇതൊരു കഥയല്ല, ചരിത്രമാണ്. നാഗാലാൻഡ് മുഴുവനും, മിസോറാം പകുതിയും, ത്രിപുരയുടെ 1/3 ഭാഗവും, അതുപോലെ മേഘാലയയും, ഇപ്പോ അരുണാചൽ പ്രദേശും ആസാമുമെല്ലാം ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്ന ഒരു 100,000 ചതികളിൽ ഒരു ചതിയാണ് ഓഷോയുടെ ഈ അനുഭവത്തിലൂടെ കാണിച്ചത്. നിങ്ങൾ അറിയണം, ഓരോ ക്രിസ്ത്യാനിയും പുറത്ത് ബ്യൂട്ടിഫുള്ളായിട്ട് സംസാരിക്കും. അവരുടെ എല്ലാം പരമമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ ഹിന്ദുവിനെയും ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരിക. സ്നേഹിച്ചിട്ടോ ഇണങ്ങിയാൽ നക്കി, അല്ലെങ്കിൽ പിണങ്ങിയാൽ കുത്തി കൊണ്ടുവരും. ഈ ഒരു സംഭവം ഇത് കഥയല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.